Hi, welcome to Renisha CS Edu World. നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത് ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജിനെ കുറിച്ചാണ്. അപ്പം ഇൻ്റർമീഡിയറ്റ് കോഡ് എന്താണ്? ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട് നമുക്ക് സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇൻ്റർമീഡിയറ്റ് കോഡ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് സോഴ്സ് കോഡ് ഇൻറ്റു മെഷീൻ കോഡ്. സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം. അതിനാണ് വി യൂസ് ദ ഇൻ്റർമീഡിയറ്റ് കോഡ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ സോഴ്സ് കോഡിനെ എന്ത് ചെയ്യുക, മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ഇൻ്റർമീഡിയറ്റ് കോഡ് ലൈസ് ബിറ്റ്വീൻ ഹൈ ലെവൽ ലാംഗ്വേജ് ആൻഡ് ദ മെഷീൻ ലാംഗ്വേജ്. കണ്ടോ, ഇത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജിനും മെഷീൻ ലാംഗ്വേജിനും ബിറ്റ്വീൻ ആയിട്ടാണ്, ഇടയ്ക്കായിട്ടാണ് എന്ത് കിടക്കുന്നത്, ഇൻ്റർമീഡിയറ്റ് കോഡ് കിടക്കുന്നത്. അപ്പം ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മൾ പറഞ്ഞു ഇപ്പം ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സോഴ്സ് കോഡിനും അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനും മെഷീൻ കോഡിനും ഇടയ്ക്ക് നിൽക്കുന്ന അതാണ് ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത്. അപ്പം ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാതെ നമ്മളൊരു സോഴ്സ് പ്രോഗ്രാമിനും മെഷീൻ കോഡിനും ഇടയ്ക്കാണ് ആര് നിൽക്കുന്നത്, ഇൻ്റർമീഡിയറ്റ് കോഡ്. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാതെ നമുക്കൊരു സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിക്കുക, വിത്തൗട്ട് ജനറേറ്റിംഗ് ഇൻ്റർമീഡിയറ്റ് കോഡ്. അതാണ് ഉണ്ടാവും, ഒരു സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് മാറ്റുകയാണ്, ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാതെ മാറ്റുകയാണെങ്കിൽ അപ്പം നമുക്ക് എന്ത് വേണം, നമുക്കൊരു ഫുള്ളായിട്ടുള്ള ഒരു നേറ്റീവ് കമ്പൈലർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഓരോ പുതിയ മെഷീനും ഓരോ മുഴുവനായിട്ടുള്ള ഓരോ നേറ്റീവ് കമ്പൈലേഴ്സ് വേണം. മനസ്സിലായോ? അതായത് സോഴ്സ് കോഡിനെ നമ്മുടെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻ്റർമീഡിയറ്റ് കോഡ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പുതിയ മെഷീനും ഫുള്ളായിട്ടുള്ള ഒരു നേറ്റീവ് കമ്പൈലർ ആവശ്യമായിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അനാലിസിസ് ഫേസിൽ ഈ ഇൻ്റർമീഡിയറ്റ് കോഡിനകത്ത് കിട്ടുന്നത് ഏതാണ്, അനാലിസിസ് ഫേസിൻ്റെ അകത്തുള്ളതാണ് കിട്ടുന്നത് അല്ലേ. അപ്പം ആ അനാലിസിസ് ഫേസ് മിക്കതിനും സെയിം ആയിരിക്കും. അപ്പം അനാലിസിസ് പോർഷൻ സെയിം ഫോർ ഓൾ കമ്പൈലേഴ്സ്. അപ്പം അനാലിസിസ് പോർഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണ്, ഫുള്ളായിട്ടുള്ള കമ്പൈലർ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഫുള്ളായിട്ട്. അപ്പം ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി ബാക്കിയുള്ള പോർഷൻ ചെയ്താൽ മതി. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഡസ് നോട്ട് നീഡ് എ ഫുൾ കമ്പൈലർ ഫോർ എവരി യുണീക്ക് മെഷീൻ. ഓരോ മെഷീനും ഫുള്ളായിട്ടുള്ള എന്താവശ്യമില്ല, കമ്പൈലറിന് ആവശ്യം ഇല്ല. The intermediate code generator receives input from its predecessor phase. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു, ഈ ഇൻ്റർമീഡിയറ്റ് കോഡിന് തൊട്ട് മുമ്പുള്ള ഫേസിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതായിരിക്കും ഇൻ്റർമീഡിയറ്റ് കോഡിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുമ്പിലത്തെ ഫേസ് എന്ന് പറയുന്നത് സെമാൻറ്റിക് അനാലിസിസ് ഫേസ് ആണ്. അപ്പം സെമാൻറ്റിക് അനലൈസറിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതായിരിക്കും ഇൻ്റർമീഡിയറ്റ് കോഡിൻ്റെ ഇൻപുട്ട്. ഇപ്പം സെമാൻറ്റിക് അനലൈസറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതാണ്, അനോട്ടേറ്റഡ് പാസ് ട്രീ ആണ്. അപ്പോൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഇൻ്റർമീഡിയറ്റ് കോഡിന് ഏതാണ്, അനോട്ടേറ്റഡ് പാസ് ട്രീ ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. യൂസിങ് ഇൻ്റർമീഡിയറ്റ് കോഡ്, ഓക്കെ, ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് ഉപയോഗിച്ചിട്ട് സെക്കൻഡ് ഫേസ് ഓഫ് എ കമ്പൈലറിന് രണ്ട് ഫേസ് ഉണ്ട്, അനാലിസിസ് ഫേസും സിന്തസിസ് ഫേസും. അതാണ് സിന്തസിസ് ഫേസിൻ്റെ അകത്ത് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് സിന്തസിസ് ഫേസ് ആണ്. ഈസ് ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ടാർഗറ്റ് മെഷീൻ. ഓരോ ടാർഗറ്റ് മെഷീനും അനുസരിച്ച് എന്ത് ചെയ്യാം, ഈ സിന്തസിസ് ഫേസ് മാത്രം ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് ഉപയോഗിച്ച് എന്ത് ചെയ്താൽ മതി, ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അനാലിസിസ് ഫേസ് എല്ലാത്തിനും സെയിം ആയിരിക്കും. അപ്പോൾ ഓരോ മെഷീൻ ടാർഗറ്റ് മെഷീൻ അനുസരിച്ച് എന്ത് മാത്രം മാറ്റിയാൽ മതി, ഈ സിന്തസിസ് ഫേസ് മാത്രം മാറ്റിയാൽ മതി ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് ഉപയോഗിച്ചിട്ട്. അപ്പം ഇങ്ങനെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർമീഡിയറ്റ് ഫോം?
ഓക്കെ, മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നെക്സ്റ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റിംഗ് ഫെസിലിറ്റി. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീടാർഗറ്റിംഗ് ഫെസിലിറ്റിയാണ്. അതായത് കമ്പൈലർ ഫോർ എ ഡിഫറെൻറ്റ് മെഷീൻ ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ അറ്റാച്ചിങ് എ ബാക്ക് എൻഡ് ഫോർ എ ന്യൂ മെഷീൻ ടു ദ എക്സിസ്റ്റിംഗ് ഫ്രണ്ട് എൻഡ്. നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞായിരുന്നു, നമുക്ക് ഓരോന്നിൻ്റെ അകത്തും അനാലിസിസ് ഫേസ് സെയിം ആയിരിക്കും. ഓക്കെ, സിന്തസിസ് ഫേസ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. എന്ത് വെച്ചിട്ട്? ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞു. അത് തന്നെയാണ് പറഞ്ഞത് റീടാർഗറ്റിംഗ് ഫെസിലിറ്റി. അതായത് കമ്പൈലർ ഡിഫറെൻറ്റ് മെഷീന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാക്ക് എൻഡ് മാത്രം എന്ത് ചെയ്താൽ മതി? അറ്റാച്ചിങ് എ ബാക്ക് എൻഡ് ഫോർ എ ന്യൂ മെഷീൻ ടു ദ എക്സിസ്റ്റിംഗ് ഫ്രണ്ട് എൻഡ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട് എൻഡ് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ബാക്ക് എൻഡിനെ അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസർ ക്യാൻ ബി അപ്ലൈ ടു ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ. മെഷീൻ ഇൻഡിപെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസർ ക്യാൻ ബി അപ്ലൈഡ്, ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. എന്തിനു വേണ്ടി? ടു ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ. ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷന് വേണ്ടി നമുക്ക് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസർ യൂസ് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് രണ്ട് ബെനിഫിറ്റ്സ്. ഇനി ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ്. അപ്പം ഏതൊക്കെയാണ് ഇന്റർമീഡിയറ്റ് ലാംഗ്വേജസ് എന്നാണ് പറയുന്നത്. 3 ways ഓഫ് ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ. ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 4 വേസ് ആണ്. അപ്പോൾ 4 ways ഓഫ് ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് സിൻടാക്സ് ട്രീ. നെക്സ്റ്റ് DAG എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫ്. നെക്സ്റ്റ് ഈസ് ദ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ. Fourth one is the 3 address code. But 4 ways in intermediate representation are syntax tree, DAG, postfix notation and 3 address code. ഇനി ഈ സെമാൻറ്റിക് റൂൾ ഫോർ ജനറേറ്റിംഗ് 3 address code ഫ്രം കോമൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസ്ട്രക്ടർ. അപ്പോൾ ഈ സെമാൻറ്റിക് റൂള് ജനറേറ്റ് ചെയ്യുന്നത് ഈ 3 അഡ്രസ് കോഡ് ഫോമിൻ്റെ അകത്ത് കോമൺ ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്തെല്ലാം ഇതുപോലെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്തിനോട് സിമിലർ ആണ്? സിമിലർ ടു ദോസ് ഫോർ കൺസ്ട്രക്റ്റിംഗ് സിൻടാക്സ് ട്രീ ഓർ ഫോർ ജനറേറ്റിംഗ് പോസ്റ്റ്ഫിക്സ്. അപ്പോൾ ഒന്നുകിൽ പോസ്റ്റ്ഫിക്സ് അല്ലെങ്കിൽ സിൻടാക്സ് ട്രീയോട് സിമിലർ ആണ്. ഏതാണ് ഈ റൂൾ എന്ന് പറയുന്നത്? അപ്പോൾ ഈ ഓരോ കോമൺ ആയിട്ട് വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്ത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ സെമാൻറ്റിക് റൂള് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേന് ഈ 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഏതിനോട് സിമിലർ ആണ്? സിൻടാക്സ് ട്രീ അല്ലെങ്കിൽ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷനോട് ഇത് സിമിലർ ആണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഈ 4 ഏതൊക്കെയാണ് എന്താണെന്ന് മാത്രം. ഫസ്റ്റ് വൺ ഇസ് ദ സിൻടാക്സ് ട്രീ. The syntax tree depicts the natural hierarchical structure of the source program. Source program in the hierarchical structure കാണിക്കാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സിൻടാക്സ് ട്രീ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് DAG ആണ്. DAG എന്ന് പറയുന്നത് ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് സെയിം ഇൻഫോർമേഷൻ തന്നെയാണ് തരിക. ഈ സിൻടാക്സ് ട്രീയുടെ പോലെ തന്നെ സെയിം ഇൻഫോർമേഷൻ ആണ് തരിക. പക്ഷേ എങ്കിൽ ഡിഫറൻസ് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് സബ് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പം ഒരു സിൻടാക്സ് ട്രീക്കകത്തെ കോമൺ ആയിട്ട് വരുന്ന സബ് എക്സ്പ്രഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏതാണ്? DAG ആണ്, ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫ് ആണ്. അപ്പം ഇത് സെയിം സിൻടാക്സ് ട്രീ പോലെ തന്നെയാണ്. നെക്സ്റ്റ് ഈസ് എ പോസ്റ്റ്ഫിക്സ്. പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ ഈസ് എ ലീനിയറൈസ്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സിൻടാക്സ് ട്രീ. സിൻടാക്സ് ട്രീയെ നമ്മൾ ലീനിയർലി റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് പോസ്റ്റ്ഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് നോഡ്സ് ഓഫ് ദ ട്രീ ഇൻ വിച്ച് എ നോഡ് അപ്പിയർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ്സ് ചൈൽഡ്. പോസ്റ്റ്ഫിക്സ് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ചൈൽഡിന് ശേഷം ആയിരിക്കും എന്ത് വരിക? അതിൻ്റെ പേരൻ്റ് വരുന്നത്. അതായത് ഇപ്പം നമുക്കൊരു ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ A+B എന്നാണ്. അപ്പം പോസ്റ്റ് എന്ന് പറഞ്ഞാൽ AB+ എന്നാണ് പോസ്റ്റ്ഫിക്സ്. അപ്പം നമ്മൾ ഇതിനെ സിൻടാക്സ് ട്രീ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുന്നത്. ഇതിൻ്റെ സിൻടാക്സ് ട്രീ ഇങ്ങനെയാണ്. ഓക്കെ, A+B ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും.
അപ്പം ഇതിനെ ഇപ്പം പോസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചൈൽഡ് എഴുതും. ഓക്കെ, എയും ബിയും കഴിഞ്ഞിട്ടായിരിക്കും പ്ലസ് വരിക. ഇതാണ് പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി 3 അഡ്രസ് കോഡ്. In 3 address code statement, at most 3 addresses are used to represent any statement. ഏത് സ്റ്റേറ്റ്മെന്റ് എടുത്താലും അറ്റ്മോസ്റ്റ് ഏറ്റവും കൂടുതൽ എന്ത് വരാം? 3 അഡ്രസ്സ് വരാം. ഇത് 2 വരാം, 1 വരാം, അതിനൊന്നും പ്രശ്നമില്ല. അറ്റ്മോസ്റ്റ് വരാൻ പറ്റുന്നത് 3 ആണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിൻ്റെ അകത്ത് അറ്റ്മോസ്റ്റ് 3 അഡ്രസ്സ് മാത്രമാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാം? 3 അഡ്രസ് കോഡ്. The reason for the term 3 address code, എന്താണ് 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതുവാണ്, A is equal to BOPC, ഇങ്ങനെയാണ്. ഇതൊരു 3 അഡ്രസ് കോഡാണ്. അപ്പം ഈ കേസിൽ ഇത് കണ്ടെയ്ൻസ് 3 അഡ്രസ്സസ്, 3 അഡ്രസ്സസ് ഉള്ള എയുടെ അഡ്രസ്സ്, ബിയുടെ അഡ്രസ്സ്, സിയുടെ അഡ്രസ്സ്. ഓക്കെ, 3 അഡ്രസ്സാണ്. അറ്റ്മോസ്റ്റ് 3 ആയിരിക്കും. 2 for operands and 1 for the result. ഇത് ഇവിടെ 3 ഓപ്പറൻഡ് ഉണ്ടെങ്കിലും 2 ഓപ്പറൻഡും അതിൻ്റെ റിസൾട്ടുമായിരിക്കും. അപ്പോൾ ഈ 3 അഡ്രസ്സിൻ്റെ അകത്ത് എന്ത് വരും? 2 ഓപ്പറൻഡും ഒരു റിസൾട്ടുമായിരിക്കും കാണുക. അപ്പോൾ ഇതിനെയാണ് 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിനെപ്പറ്റി ഓരോന്നിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും നെക്സ്റ്റ്. അപ്പം നമ്മളിതിൻ്റെ അകത്ത് പഠിച്ചത് ഇന്റർമീഡിയറ്റ് കോഡ് എന്താണെന്നുള്ളതാണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. 4 ടൈപ്പ് ഓഫ് ഇന്റർമീഡിയറ്റ് കോഡ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, സിന്റാക്സ് ട്രീ, ഡാഗ്, പോസ്റ്റ് ഫിക്സ് ആൻഡ് ലാസ്റ്റ് 3 അഡ്രസ് കോഡ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കനെ പ്രസ് ചെയ്യാം. Thank you for watching this video. Thank you very much.